നമസ്കാരം. വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വിരട്ടലുകളും ഇസ്രായേലിന്റെ ഭീഷണിയും ഇറാനെ തകർക്കാനുള്ള അവരുടെ ഓട്ടവും ഇപ്പൊ കൊണ്ടുചെന്ന് എത്തിച്ചേക്കുന്നത് ഒരു ലോക ആണവ യുദ്ധത്തിലേക്കാണ്. ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഇറാന്റെ എണ്ണയും പിടിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് നടത്തിയിട്ടുള്ള നാടകമാണ് യുദ്ധം തുടക്കം. ലോകത്ത് വളരെ സമാധാനപൂർവ്വം ജീവിച്ചു എന്നതാണ് എല്ലാവരും, ഇന്ത്യ അടക്കമുള്ള നമ്മളടക്കമുള്ള മുഴുവൻ ആൾക്കാരും. ആവശ്യമില്ലാതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേരെ ഇറാനെ കയറി അടിച്ചു ഇസ്രായേൽ. 10-47 കൊല്ലമായി ഉപരോധത്തിലാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയിട്ട് അതിനെതിരെ ഒരു അക്ഷരം കാമ എന്ന് മിണ്ടിട്ടില്ല ഇറാൻ. അവരുടെ സമ്പത്ത് വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചു കിടക്കുക. അത് തിരിച്ചു പിടിക്കാനായി അവരൊന്നും ചെയ്തില്ല. അവർ ഉപരോധിക്കുന്നെങ്കിൽ ഉപരോധിച്ചോട്ടെ, നമുക്ക് നമ്മുടെ വഴി എന്ന നിലയിൽ അവർ മുന്നോട്ട് പോകുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോ കയറി അടിച്ച് 2 മാസം 2-3 മാസമൊക്കെ ആകുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് പുതിയൊരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ്. കാരണം ഒരു ഗതിയുമില്ല. ഇറാനിൽ ഇനിയൊരു ആണവ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാര്യവുമില്ലാതെ ഇരുന്ന ഇറാനിലേക്ക് കയറിയടിച്ച് അവരുടെ പരമോന്നത മത നേതാവിനെയും രാഷ്ട്ര നേതാവിനെയും മറ്റു ഭരണാധികാരികളെയും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് വകവരുത്തിയിട്ടും സാധാരണ മറ്റ് ലോകരാജ്യങ്ങൾ, ഇനി അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ആയിരുന്നെങ്കിൽ ലോകത്ത് നിരത്തിയനോ, അതൊന്നും ഇറാൻ ചെയ്തിട്ടില്ല. ഇത്രയും ക്രൂരമായ നരഹത്യ അവിടെ നടത്തിയിട്ടും അവർ തിരിച്ച് അതേപോലെ ചെയ്തിട്ടില്ല. അതേസമയം ഇസ്രായേൽ നടത്തിയിട്ടുള്ള നരഹത്യക്ക് അതേ നാണയത്തിൽ തന്നെ ഇറാൻ മറുപടി കൊടുത്തിട്ടുണ്ട് താൻ. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. ഇസ്രായേൽ നശിച്ചാലും ഇറാൻ നശിച്ചാലും ലോകം മുഴുവൻ നശിച്ചാലും അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അത് മതി. അത് മനസ്സിലാക്കി ഇറാൻ കളം മാറ്റി ചവിട്ടണം. യുറാനിയം സമ്പുഷ്ടീകരണം തൽക്കാലം ഞങ്ങൾ നിർത്തിവെക്കാം എന്ന് കരാറ് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സമ്മതിക്കുമ്പോൾ ഉടനെ അത് പറ്റില്ല, അത് അമേരിക്കയെ ഏൽപ്പിക്കണം. എന്തിന്? ഇറാന്റെ മുതലിൽ അമേരിക്കയെ ഏൽപ്പിക്കണം. നടക്കില്ല. 60% ശുദ്ധീകരിച്ചു കഴിഞ്ഞു, 90%-ലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നിങ്ങളെയൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്നതല്ല പറയുന്നത്, അതുകൊണ്ട് നിങ്ങളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ 40-47 വർഷമായി ഇറാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ, നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ വിളിച്ചു പറയുന്നത്. ആ ഗിഫ്റ്റ് ഒരുപക്ഷെ അമേരിക്കയ്ക്കും അതുപോലെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും ഇസ്രായേലിനും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ എങ്ങനെ ആണവായുധം ഉപയോഗിക്കാം എന്ന ഗവേഷണത്തിലാണ്. പക്ഷെ ഇറാൻ പറയുന്നത് ഇനി ഒരു ആക്രമണം ഇങ്ങോട്ട് ഇറാനിലേക്ക് ഉണ്ടായാൽ, ഇറാനെ നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകും, ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന്. ഇറാന്റെ ഈ ഒരു പ്രഖ്യാപനമാണ് ലോകത്തെ ഭീതിയിലാഴ്ത്തുന്നത്. കാരണം ഇറാൻ പറയുന്നത് ചെയ്യുന്നു, ചെയ്യുന്നത് പറയുന്നു. അവരുടെ യുദ്ധത്തിന്റെ മറ്റുള്ളവരോടായിട്ടുള്ള അടിയുടെ, ഇപ്പൊ ട്രംപിന്റെ കപ്പലുകളെയും മറ്റും അടിക്കുന്ന രീതി കണ്ടാൽ കൃത്യമായ ഒരു കാര്യങ്ങൾ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു F-35 വീഴ്ത്തിയത് കാണാനില്ല. അതായത് ട്രംപിന്റെ, അമേരിക്കയുടെ അത്യന്താധുനിക സംവിധാനങ്ങൾ, ഒരാൾക്കും കണ്ടെത്താൻ കഴിയാത്ത, റഡാറിന് പിടികൊടുക്കാത്ത, അങ്ങനെ ഒരു വിമാനം അതുവഴി പോകുന്ന അറിയില്ല, അല്ലെങ്കിൽ ഒരു ഡ്രോണൊന്നും അതുവഴി പോകുന്ന അറിയില്ല, ആരും അറിയില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളെ ഇറാൻ കൈവശപ്പെടുത്തുന്നു, തകർത്ത് കളയും, നശിപ്പിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് ഹോർമൂസിൽ നടന്ന നമുക്കറിയാം. 3 കപ്പലുകൾ ഇറാന്റെ ഹോർമൂസിലേക്ക് വന്ന് ഇറാനെ ഭീഷണിക്ക് വന്നു. ഇറാന്റെ കൊതുകുകൾ, ചെറിയ ബോട്ടുകൾ, ഇപ്പൊ ഡോൾഫിൻ ഡ്രോണുകൾ, പുതിയ പുതിയ ടെക്നോളജികളാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും ഒന്നും, അല്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ടെക്നോളജികളാണ് അവർ വികസിപ്പിച്ച് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. വളരെ രൂക്ഷിതമായിട്ട് വാണിംഗ് കൊടുത്തു. അവർ തിരിച്ചെന്തോ പറയാൻ ശ്രമിച്ചു, വീണ്ടും വാണിംഗ് കൊടുത്തു, വീണ്ടും അവർ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഇത് ഫൈനലാണ്, ഇത് കഴിഞ്ഞ വെടിവെക്കിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇനി ന്യായീകരിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല എന്ന് കരുതിയിട്ട് വേഗം അമേരിക്കന്റെ 3 കപ്പലും കൂടി ഹോർമൂസിൽ ഓടുന്ന ദൃശ്യങ്ങൾ ഇറാൻ തന്നെയാണ് പുറത്തുവിട്ടത്, ആ സംഭാഷണങ്ങളടക്കം. അതായത് ഇറാനിൽ അമേരിക്കയ്ക്ക് രക്ഷയില്ല. അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ള വിവരം തന്നെ അവരുടെ അന്വേഷണ ഏജൻസികൾ ട്രംപിനെ അറിയിച്ചിട്ടുള്ളത്, പ്രതിരോധത്തിലാഴ്ത്തി, സാമ്പത്തിക പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു 4 മാസമെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ പോകാൻ അവർക്ക് കഴിയും. ആ 4 മാസം കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു സാമ്പത്തിക പ്രതിസന്ധി അവർ അനുഭവിച്ചു തുടങ്ങൂ എന്ന്. പക്ഷെ ഈ 4 മാസക്കാലം യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഭയപ്പെടുന്നത്. ഒരുപക്ഷെ തങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ നശിച്ചു പൊക്കോട്ടെ, ഇറാൻ ജനത മുഴുവൻ ചത്തു തൊലയട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഒരു തോന്നൽ ഇറാനിനുണ്ട്, ഇറാന്റെ ഭരണകൂടത്തിലുണ്ട്. അങ്ങനെയെങ്ങാനും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആക്രമണം കരുതിക്കൂട്ടി ഇസ്രായേലോ അമേരിക്കയോ ചെയ്താൽ പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല എന്ന് പറയുമ്പോൾ
വലിയൊരു അപകടം ആണ് മണത്തു പോകുന്നത്. ലോകമാണ് നിശ്ചലമാകാൻ പോകുന്നത്. കാരണം ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു, ആണവായുധം ഉണ്ടാക്കുന്നത്, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് തടയുമെന്നും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയാണ്. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കളയും എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള തകർക്കണമെന്നുണ്ടെങ്കിൽ ആണവ ആയുധം തന്നെ ഇടേണ്ടി വരും. അതാണ് ഇറാൻ മുൻകൂട്ടി കാണുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അതില്ലാതാകുന്നത് വരെ, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കുന്നത് വരെ, ഇസ്രായേൽ സുരക്ഷിതമാണ് എന്ന ഉറപ്പ് വരുന്നത് വരെ യുദ്ധം തുടരുന്നു. അത് നെതന്യാഹുവിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പതനം അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളാണ് ഇസ്രായേലും അമേരിക്കയും. ഈ രണ്ടുപേരെയും ഇറാൻ എന്ന ഒരു പീക്കിരി രാജ്യം വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായി തുടങ്ങിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ സഖ്യരാഷ്ട്രങ്ങൾ പോലും ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ UAE കടുത്ത പ്രതിസന്ധിയിലാണ്. ചെകുത്താനും കടലിനുമിടയിൽ എന്ന അവസ്ഥയാണ് ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം. ഇസ്രായേലുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നു, അമേരിക്കന്റെ താവളങ്ങളുണ്ട് താനും, എന്നാൽ തൊട്ടപ്പുറത്ത് ഇറാനിട്ട് കിടക്കുന്നുമുണ്ട്, ഇറാനിട്ട് അടി നിർത്തുന്നുമില്ല, ഇറാനെ തിരിച്ചടിക്കാൻ നിവൃത്തിയുമില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഇതൊന്നും ബാധിക്കില്ല. ഇന്ത്യയെ ബാധിക്കുകയാണ്. ഇന്ത്യയെ ബാധിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. യാത്രകൾ, ഒന്ന് വിദേശ നാണയം പുറത്തേക്ക് ഒഴുകുന്നത് തടയുക, രണ്ട് ഇവിടുത്തെ ഓയിൽ ലഭ്യത, അതായത് ഇന്ധന ലഭ്യത കുറവാണ്, അത് പാചകവാതകമായാലും എല്ലാം അത് കരുതി ഉപയോഗിക്കുക, കരുതി ഉപയോഗിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക, കഴിയുന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ. കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നടക്കാതെ വരുമ്പോൾ, ഹോർമുസിലൂടെ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ സാധിക്കാതെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതുവഴി. ലോകത്തിന്റെ ഏതാണ്ട് ഒരു 30-40% ഹോർമുസ് വഴിയാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 90% അതുവഴിയൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അത് വലിയ ക്ഷീണം ചെയ്യും. എണ്ണ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകും. അങ്ങനെ വിലക്കയറ്റം ഉണ്ടായാൽ കൊടിയ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം ആ ഒരു അവസ്ഥ വരും. കയ്യിലുള്ള പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. ഭരണകൂടത്തിന് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റിയില്ല എന്നും വരും. അതിനുള്ള സൂചനയാണ് പറയുന്നത്. മുണ്ട് മുറുക്കി ഉടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി നിങ്ങൾ പ്രതീക്ഷിക്കണം. അത്രത്തോളം രൂക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാണിക്കാൻ പോവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഒരു 3-4 ലോക യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഇറാനെ ഇനി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് ഏകദേശം ഉറപ്പിച്ചു പറയുന്നുണ്ട് അവർ. കാരണം അവരെല്ലാം പറയുന്നത് ചെയ്യുന്നവരായതുകൊണ്ട് ലോകം അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപിനെ പോലെയല്ല. ട്രംപ് എന്തെങ്കിലുമൊക്കെ പറയുന്നത് അടുത്ത നിമിഷം മാറ്റി പറയും, നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും, സമാധാന കരാറുകൾ ഉറപ്പിക്കും, എന്നിട്ട് സമാധാന കരാറ് പറഞ്ഞ് വെടിനിർത്തൽ കരാറൊക്കെ പറഞ്ഞ ശേഷം മറുഭാഗത്തുകൂടി വന്നടിക്കും, അല്ലെങ്കിൽ ചാരപ്രവൃത്തി നടത്തും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയല്ല ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ആണവായുധം പ്രയോഗിക്കും, അല്ലെങ്കിൽ ലോകത്തെ സംഭിപ്പിക്കും. ഇറാന്റെ പരമാധികാരത്തിൽ പിന്നെ തൊടാൻ പാടില്ല. ഇറാന്റെ മേലെ ഇനി യുദ്ധം നടത്താൻ ആരും ചെയ്യാൻ പാടില്ല. ഇറാന്റെ വഴിക്ക് വിടണം. ഇറാന്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആവശ്യം, തുടക്കത്തിലുള്ള ആവശ്യം ഇതുവരെ അവരൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് അനുവദിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 ലോക യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് ചിന്തിക്കേണ്ടതാണ്. ഏതായാലും പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണ്. ഇറാന്റെ ആണവ നിർമ്മാണ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതത്തിലാക്കുന്നു, ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നത് വാസ്തവമാണ്. നമ്മളത് കണ്ടില്ല എന്ന് കരുതിയിട്ട് കാര്യമില്ല. Different angles. Don't forget to subscribe and support this channel.